ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ എൻ്റെ വിശേഷം സുഖം എന്ന് പറയണേ ഒരുപാട് തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കടന്നു പോയിട്ടിരിക്കണ ഒരുപാട് തിരക്കിലാണ്. മോൻ ആക്സിഡൻ്റ് ആയ കാരണം മോൻ്റെ കാര്യത്തിന് അവിടെ ഇവിടെ അലച്ചിലും പിന്നെ അതേമേക്ക് അവനെ നോക്കാൻ 3 നേരം അവനക്ക് ഭക്ഷണം ഞാൻ തന്നെ വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്കും പിന്നെ എൻ്റെ ചെറിയ കുട്ടിയില്ലേ അവനെ ഇല്ലേ അവനക്ക് ഞാൻ എന്നെ ഫുഡ് വാരി കൊടുക്കണം, അതിൻ്റെ ഒരു തിരക്കും എല്ലാ തിരക്കും വീട്ടിലത്തെ ജോലിയും ഒക്കെ പാടെടുത്ത് ഞാനൊരു പാടായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു പിന്നെ അച്ചാറിടാൻ വിചാരിച്ചു. ചൂരമീൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ മാറ്റിയെടുത്ത് വെച്ച് പിന്നെ മീൻ അതിലുണ്ട്. അപ്പോൾ അത് കാരണം ചൂരിനെ നമുക്ക് അച്ചാറിട്ടാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ചാർ ഫാമിലിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അച്ചാറില്ലാതെ ഫുഡേ ഇറങ്ങില്ല, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഈ ചൂരയും കൊണ്ട് അച്ചാറിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രമാണ് കേട്ടോ എനിക്കുള്ളത്. അതേമാതിരി കുറേ ആൾക്കാർ ശരിക്ക് നെയിമൊന്നുമില്ലാതെ അക്കൗണ്ട് ഓപ്പൺ ആക്കിങ്ങാണ്ട് മെസ്സേജുകളിടും. അപ്പോൾ ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് മെസ്സേജ് എന്നറിയോ? എന്താ റോയി ചെറിയാൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ആ പേര് മാത്രം തന്നെയുള്ളൂ. പക്ഷേ ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടില്ല. പക്ഷേ എൻ്റെ പോസ്റ്റ് കാണുമ്പോൾ ബോറടിക്കണു, ഒന്ന് നിർത്തിപ്പോയിക്കൂടെയെന്ന്, മടുത്തു, ചെവി വേദനിക്കണമെന്ന് എൻ്റെ കേട്ടിട്ട് ചെവി വേദനിക്കണമെന്ന്. അപ്പോൾ ഈ റോയി ചെറിയാനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ചെവി വേദനിക്കാൻ ചെയ്ത് നോക്കാതെ അങ്ങ് പോവുക. പിന്നെ എങ്ങനെ പറയുന്ന 0 സബ്സ്ക്രൈബേഴ്സും വെച്ചുങ്ങാണ്ട് ഇങ്ങനെ സംസാരിക്കണ കുറേ എണ്ണം ഉണ്ടാവും. നമുക്ക് അതിനൊന്നും മറുപടി കൊടുത്തിട്ട് അവരെ തളർത്താൻ പറ്റില്ല. നമുക്ക് നമ്മളതായിട്ടുള്ളതിൽ നമ്മൾ അങ്ങനെ കുഞ്ഞു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു നോക്കൂ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മാത്രമേ കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസിൽ നമ്മൾ ഇടണേ കാണുന്നത് അവരെ ഇഷ്ടം, പക്ഷെ കാണുന്നതിന് നമ്മൾ പറയും നമുക്ക് സപ്പോർട്ടല്ലേ നല്ലത്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ മുഖം കാണിക്കാതെ ഞാൻ വീഡിയോസ് ഒന്നും ഇടില്ല. എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് ഇഷ്ടമല്ലോ മതി. പിന്നെ നിങ്ങൾ നല്ലവരായ കുറേ പേരുണ്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഈ 0 സബ്സ്ക്രൈബേഴ്സ് വെച്ചങ്ങാണ്ട് ഫേക്കായിട്ടുള്ള ഐഡിയ ഓപ്പൺ ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ ഓരോരോ തളർത്താൻ ഒരുപാട് ഇൻസ്റ്റയിൽ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റൊക്കെ ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ, പക്ഷേ പിന്നെ തളർന്നിട്ടില്ല. അപ്പോൾ ചൂര മീനാണ് കേട്ടോ ഇതിലുള്ളത്. ചൂര എന്ന് പറഞ്ഞാൽ സൂതാട്ടോ. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളകും പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതിനെ പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ വെച്ചുങ്ങാണ്ട് നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം കേട്ടോ. എന്താണെന്നോ അരമണിക്കൂർ എന്തിനാണ് വെക്കണേന്നറിയോ? അതിലോട്ട് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുക. ഈ അരമണിക്കൂർ വെച്ചാലാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ. ഒരുങ്ങിക്കണ എന്താന്ന് വിചാരിച്ചാൽ 2 വിധ അച്ചാറ് പെട്ടെന്ന് ഉണ്ടാക്കുക. ഒന്ന് ഉപ്പിലിടാൻ നെല്ലിക്കഥ ഇതാട്ടോ. ഇത് നമ്മൾ ഈ കുപ്പിയിലാക്കിയിട്ട് സുറുക്കി ഒഴിച്ചങ്ങാണ്ട് ഉപ്പും മുളകൊക്കെ ഇട്ടുങ്ങാണ്ട് അതും മീനച്ചാറ്. അപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക് കടക്കാർക്ക് പൈസ കൊടുക്കണ്ട. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഡെയിലി 10 രൂപ 5 രൂപയുടെ അച്ചാറില്ലേ അത് കടയിൽ നിന്ന് വാങ്ങും. അപ്പോൾ അതിനി ഒരു 2-3 ആഴ്ചത്തേക്ക് വാങ്ങണ്ട. പക്ഷെ ഈ നെല്ലിക്കട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം? മോളില്ലേ അതിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക കാണാതെ എവിടെയെങ്കിലും എടുത്തു വെക്കണം. അതിലേക്ക് ഇതാണ് കേട്ടോ, വിനാഗിരിയാണ് കേട്ടോ, സുക്ക. അത് കുറച്ച് പകുതിയുള്ളൂ ഇരിക്കണേ. അതിൽ ഉപ്പും മുളകും ഇട്ടിട്ട് മുളകില്ലേ ഇങ്ങനെ വരഞ്ഞിട്ട് വേണം ഇടാൻ. ഉപ്പ് പിടിക്കാൻ കേട്ടോ. കഴുകി വെച്ച മുളകാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മീനും പൊരിച്ചെടുക്കാം കേട്ടോ. അവിടെ നല്ല പൊരിയാണ് കേട്ടോ. മീനാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കാണില്ലല്ലോ, ഇതിന് നമുക്ക് ഉപ്പിനെ കുത്തി നിറക്കാം കേട്ടോ.
പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മീനിനെ നമുക്ക് പിച്ചി എടുക്കാം കേട്ടോ. അതിൻ്റെ മുള്ളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. മുള്ള അധികമൊന്നുമില്ല, ഒരു മുള്ളെത്തി ഉള്ള അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. ഹലോ, ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കടുകിടുക കേട്ടോ. കടുകിടുമ്പോൾ കടുകിൽ പൈസയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലോട്ട് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കണം കേട്ടോ. എന്നിട്ട് എന്താക്കണം, കറി എന്താക്കണം, വാട്ടണം. എനിക്ക് വണക്കം വന്നിട്ടേ വാട്ടെന്ന് പറയാനേ കിട്ടുന്നില്ല. കടുക് നന്നായിട്ട് പൊരിയുന്നുണ്ട്. പൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനിടാം കേട്ടോ. ചൂരച്ചാറാണ് കേട്ടോ. ഈ അടുപ്പിലിതാ ചോറ് തിളക്കണ്. ഈ അടുപ്പിൽ ചോറ് തിളക്കുന്നു. ചോറ് വെന്തിട്ടിരിക്കുന്നുണ്ട്. ഈ അടുപ്പിലാണ് ഞാൻ വേണ്ടി കേട്ടോ. പൊരിഞ്ഞിട്ടോ. അപ്പം അതിക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഞാനേ ഉപ്പ് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വണങ്ങും കേട്ടോ. നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം വണങ്ങിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇതാക്കട്ടോ. വണങ്ങിയിട്ടില്ലെങ്കിൽ വണങ്ങാന്ന് പറഞ്ഞാൽ അറിയില്ല. വാട്ടിയിട്ട് എനിക്ക് അങ്ങനെയുള്ളൂ വരിക. അതുകൊണ്ടാണ് കേട്ടോ. നല്ലോണം വാട്ടിയിട്ടില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ഇതാവും. ഇല്ലെങ്കിലും അച്ചാർ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. 3 ആഴ്ചക്ക് യൂസ് ചെയ്യുമ്പോൾ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടുവരും എന്ന് സ്പൂണിട്ട് ഇങ്ങനെ എടുക്കുന്നതല്ലേ. അപ്പോൾ ഏതൊരു അച്ചാർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ കുറേ മാസം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങളെ വീട്ടിൽ അച്ചാർ ഇട്ടാൽ കേട്ടോ കുറേ ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് ദിവസം ഉണ്ടാവുക. എന്താണെന്ന് ചോദിച്ചാൽ എന്ത് കറി എന്ത് കൂട്ടാനുണ്ടെങ്കിലും അച്ചാറില്ലാതെ ചോറ് അങ്ങോട്ട് പോവില്ല. എൻ്റെ വീട്ടിലെല്ലാവർക്കും, എൻ്റെ ഹസ്ബൻഡിനായിക്കോട്ടെ, എൻ്റെ മക്കൾക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ. അങ്ങനെയാണ്. ഈ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല പച്ചമണം വരുന്നുണ്ട് കേട്ടോ. നല്ല മുളകിൻ്റെ പച്ചമണം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചിയൊക്കെ ചോമന്നു കേട്ടോ. അച്ചാറിൻ്റെ മണം ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ അത് വണങ്ങിയിട്ടുണ്ടായിട്ട് മഞ്ഞപ്പൊടി കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ മീനിലിട്ടതല്ല, അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ച് മുളക് പൊടി കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. ഇനി നമുക്കിതിക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ, പിക്കിൾ പൗഡർ. എല്ലാവരും ഈ ഇതില്ലേ കായപ്പൊടി, അതിട്ടിട്ടാണ് അച്ചാറുണ്ടാക്കുക. പക്ഷെ ഞാൻ ഈ പിക്കിൾ പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. കായപ്പൊടി ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോൾ വന്നാലും ഈ ഒരു പിക്കിളിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും. എന്താണെന്ന് ചോദിച്ചാൽ പിന്നെന്താ, ബീട്രൂട്ട് കിട്ടുകയാണെന്ന് ചെയ്യും, ക്യാരറ്റ് കിട്ടുകയാണെന്ന് ചെയ്യും, എന്ത് കിട്ടുകയാണെന്ന് ചെയ്യും അത് എരിഞ്ഞങ്ങാണ്ട് സുറുക്കിയിൽ ഇതിടും. ഈ ഒരു പൊടി ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഇടും. ഇത് കുറച്ചുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് അതിന് നന്നായിട്ട് വണക്കുക കേട്ടോ. വണക്കല്ല, വാട്ട്. എനിക്ക് ഈ വണക്കാൻ മാത്രമേ വരൂ. ഇനി നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. ഈ ഒരു സാധനം ഇതെന്താണെന്നറിയോ? വിനാഗിരി സുർക്ക. ഇത് ഉപ്പ് കേട്ടോ, കല്ലുപ്പ്. മുറിച്ച
പൊരിച്ച് വെച്ച ഈ മീൻ കേട്ടോ. ഈ ഒരു മീൻ അതിക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ചുമ വരും. എന്താണെന്ന് വെച്ചാൽ ആ ഇവിടെ സ്മെല്ലില്ല. അതിൻ്റെ ശേഷം ഒരേ ഒരു തള ഒരു തള തളച്ചതും അത് ഗ്യാസ് ഓഫാക്കാം. ഇനി ഓഫാക്കാം കേട്ടോ. ഓഫാക്കി. നല്ല അടിപൊളി അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് അച്ചാർ. ഇതുണ്ടോ, ഇതാണ് അച്ചാർ കേട്ടോ. ഇതിനി ഒരു 2-3 ദിവസം സുർക്കിയിൽ ഇങ്ങനെ കടന്നിട്ടേ ഉപ്പും മുളകും പുളി ഏരിയൊക്കെ പിടിച്ചിങ്ങാണ്ട് പിന്നെ കഴിക്കണം കേട്ടോ. ഇന്ന് തന്നെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അന്ന് 2-3 ദിവസം സുർക്കിയിൽ 2 ദിവസയിലും സുർക്കിയിൽ കടന്നിട്ട് ഇത് എടുത്ത് ഉപയോഗിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ചോറ് പെട്ടെന്ന് പോകാൻ ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ അച്ചാറും ഇങ്ങനെയൊക്കെ തന്നെ ഇടാം കേട്ടോ. അപ്പം ഇനി ഞാനത് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എന്നെ കാണും കേട്ടോ. അപ്പം അച്ചാർ റെഡി കേട്ടോ. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. അതുവരെ ഇതിവിടെ കിടക്കട്ടെ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നിതാ നല്ല മീനച്ചാർ. ഇത് 1 കിലോന് ഉണ്ടാവും കേട്ടോ. ഇത് 1 കിലോന് ഉണ്ടാവും. അപ്പോൾ മീനച്ചാറും നല്ല സുർക്കിയിലിട്ട മാങ്ങല്ല നെല്ലിക്കയും മുളകും സുർക്കിയും ഇട്ടതും. അപ്പം ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഇതുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ ചോറുണ്ണാൻ ഇത് വേണം. അച്ചാറില്ലാതെ ഞങ്ങൾ ചോറുണ്ണൂല്ല. അതാണ് ഞങ്ങളൊരു ശീലം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ മുഖം കാണാൻ ഇഷ്ടമില്ലാത്തവരും സൗണ്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഐഡിയ ഇത് പോയിക്കളി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. കമാൻഡിൽ കൂടി വന്നിട്ട് ഇങ്ങനെ തളർത്തുന്ന എന്തിനാ മക്കളെ? പഠിച്ചോ കേൾക്കും പറ്റില്ല. മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ തളർത്തുമ്പോൾ അത് പഠിച്ചോനും കൂടി കേട്ടാലേ കുറേ പഠിച്ചോനും കേട്ടത് ഇരിക്കൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ, മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചാൽ, ഞാനും അപ്പോൾ മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചിലപ്പോൾ പഠിച്ചോൻ പെട്ടെന്ന് തന്നേക്കാം. ഇങ്ങനെ തളർത്താനൊന്നും ആരും വരണ്ട. പക്ഷെ നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എന്നൊരു അച്ചാറിടലിൻ്റെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതേമാതിരി ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബൈ.